ഇത്രയൊന്നും വൃത്തിക്കൊന്നും ആരും കൊണ്ടു കൊടുക്കത്തില്ല കേട്ടോ കടകളിൽ. പേപ്പറൊന്നും വെക്കത്തൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ കയറ് കെട്ടി കൊണ്ടുപോകത്തേ ഉള്ളൂ. അങ്ങനെ ഊട്ടിയിലുള്ള വർഗീയ നമുക്ക് പത്തനംതിട്ട കിട്ടി. ചെറിയൊരു പുളിയും മധുരവും നല്ല രുചിയാണ്. നമ്മളങ്ങനെ ഇന്ന് രാവിലെ തൊട്ടേ പണി തുടങ്ങി. കോലിഞ്ചി വാരി ചാക്കി നിറയ്ക്കുന്ന പണിയാണിന്ന്. രാവിലെ തുടങ്ങി. അപ്പ കണ്ടോ ക്ഷീണിച്ച് വേർത്തൊലിച്ച് നിൽക്കുക. കൊട്ടയ്ക്കകത്ത് വാരി എടുക്കും. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഇടും, ചാക്കിൻ്റെ അകത്ത്. അന്നച്ചാക്കാണ് അല്ലേ? നമ്മുടെ കയ്യിലിരുന്ന ചാക്കിൻ്റെ അകത്ത് തന്നെയാണ് നമ്മൾ നിറയ്ക്കുന്നത്. വേറെ ചാക്കൊന്നും എടുക്കാൻ പോയില്ല. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കയറ്റിയിട്ട് നന്നായിട്ട് ഇടിച്ചിടിച്ചിടിച്ച് കൊള്ളിക്കും. ചാക്കിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടി ഓരോ ചാക്കി വാരി നിറച്ച് മാറ്റുവാണെങ്കിൽ ഇത് കൊടുക്കാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു ചാക്കയിൽ ഇത്ര കിലോ വീതം കുറയ്ക്കുമല്ലേ? അത് ഭയങ്കര നഷ്ടമാവും നമുക്ക്. ഇതൊക്കെ അപ്പം എനിക്ക് പറഞ്ഞു തന്നാണേ. ഞാൻ അപ്പം ഇങ്ങനെ ഇടിച്ച് ഇങ്ങനെ നിറയ്ക്കുമ്പോൾ എനിക്ക് എന്തിനാ അപ്പം ഇങ്ങനെ ചെയ്യുന്നേ? ചുമ്മാ വാരിയിട്ടാൻ കൊടുത്താൽ പോരെ. അപ്പോൾ പറയും അങ്ങനല്ല, ചുമ്മാ വാരിയിട്ട് കൊടുത്താൽ അവർക്കത് നല്ലതാണ്. ഓരോ ചാക്കയിൽ 1/2 കിലോ വീതമൊക്കെ ഇങ്ങ് തള്ളും. പിന്നെ നമ്മൾ ഈ കഷ്ടപ്പെടുന്നതിന് എന്തെങ്കിലും കിട്ടണ്ടേ? അപ്പം ഞങ്ങൾ 2 പേരും ഇവിടെ ആയിരുന്നു ഇങ്ങനെ കൊട്ടയ്ക്കകത്ത് വാരി ചാക്കി നിറച്ചോണ്ടിരുന്നത്. അന്നേരം അപ്പാ പറഞ്ഞു കുറച്ചായി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മണ്ട തയ്ക്കാൻ പാടാവും. ഞാൻ അന്നേരം മണ്ട തയ്ക്കാം. അപ്പം ഞാൻ ഇങ്ങനെ പേപ്പർ വെച്ച് കയറും സൂചിയും വെച്ച് ഇതിൻ്റെ മണ്ട ഇങ്ങനെ വരിഞ്ഞ് എടുക്കുക. അപ്പോൾ വണ്ടിയെ കയറ്റി കൊണ്ടുപോകുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് പോകത്തൊന്നുമില്ല, നന്നായിട്ടിരിക്കും. അപ്പം ഞാൻ ഈ പണിയാണ് ചെയ്യുന്നത്. ഇനിയുണ്ട് എനിക്ക് ചാക്ക് കെട്ടാൻ. ഇങ്ങനെ മുറുക്കി ഇതിന് ഒരു കൈ ഫോണും ഒരു കൈ സൂചിയും വെച്ച് തയ്ക്കാൻ പാടാ. എനിക്ക് സ്റ്റാൻഡില്ല, സ്റ്റാൻഡ് കംപ്ലൈൻറ്റാണ്. ആ സ്റ്റാൻഡെ കൊണ്ട് ഫോൺ വെക്കുകയാണെങ്കിൽ ഫോണെല്ലാം അവിടെ തറയിൽ വീഴും. അപ്പം ഞാൻ ഓർത്തു കുറച്ച് കാണിച്ചിട്ട് ഫോണങ്ങ് മാറ്റി വെക്കാം. അമ്മയാണേൽ ഉച്ചക്കലത്തേക്ക് വേണ്ടിയുള്ള പണി ചെയ്യുവാണ്. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, അപ്പോൾ മുട്ടക്കറി. ഇങ്ങനെ ലാസ്റ്റ് ആകുമ്പോൾ ഇത് കെട്ടിടണം. കെട്ടിട്ട് കഴിയുമ്പോൾ പിന്നെ എങ്ങനെയൊക്കെ എടുത്തിട്ടെന്ന് പറഞ്ഞാലും ഇത് പോകത്തില്ല. അവർക്കിത് തുറന്ന് നോക്കണമെങ്കിൽ ഇതൊന്ന് കണ്ടിച്ചാൽ മതിയല്ലോ. ഇത്രയൊന്നും വൃത്തിക്കൊന്നും ആരും കൊണ്ടു കൊടുക്കത്തില്ല കേട്ടോ കടകളിൽ. പേപ്പറൊന്നും വെക്കത്തൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ കയറ് കെട്ടി കൊണ്ടുപോകത്തേ ഉള്ളൂ. നമ്മൾ പിന്നെ ഇങ്ങനെ അല്ലേ? ഇപ്പം കോലിഞ്ചിയുടെ ലാസ്റ്റ് ഭാഗത്തിലോട്ട് വന്നു. ലാസ്റ്റാണ് ഈ കെട്ടി പിന്നെ വണ്ടി കയറ്റി തീർന്ന് ഈ വർഷത്തെ കോലിഞ്ചി വിട്ട പരിപാടി ഇല്ലേപ്പാ. ഇനിയിപ്പോൾ എടുത്താൽ മഴയായിപ്പോൾ. മഴയായാൽ നമുക്ക് ഇതേപോലെ ഉണക്കിയെടുക്കാൻ പറ്റത്തില്ല, മൊത്തം പൂത്തു പോകും. അപ്പോൾ ഇതെല്ലാം ഇനിയും ചെയ്യട്ടെ. ഞാനിങ്ങനെ ഫോണും കൊണ്ട് കാര്യം പറഞ്ഞ് നിന്നാൽ ഇത് തീരത്തില്ല. അപ്പേ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്ന് നമ്മൾ 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പോകുന്നത് ഊട്ടി വർക്കിയ. അപ്പോൾ ഊട്ടി കിട്ടുന്ന ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഇത്, ഊട്ടി വർക്കി. അവിടെ വർക്കി എന്നാണ് പറയുന്നത്. എന്റെ ചേട്ടത്തിയൊക്കെ മലപ്പുറത്ത് പോയപ്പോ അവളോട് പറഞ്ഞു വിട്ടു കൊണ്ടുവരീച്ചതാ ഊട്ടി വർക്കി. കൊച്ചിനെ അവിടെ കെട്ടിച്ചോണ്ടി എന്നപ്പം വേണ്ട
കെട്ടിച്ചോണ്ട് എന്നിട്ട് കൊച്ചിന്റെ 100 രൂപയും കൊടുത്തിട്ട് അവളോട് പറഞ്ഞു കടയിൽ പോയി ഊട്ടി വർക്ക് വാങ്ങിച്ചോണ്ട് അവളവിടെ വായും പൊളിച്ചിട്ടുണ്ട്. അതാ പറഞ്ഞ നമ്മുടെ ഇവിടെ വർക്ക് എന്ന് പറയുന്ന ഒരാളുടെ പേരല്ലേ. അപ്പൊ അച്ചാച്ചൻ ചേച്ചിയെ കളിപ്പിച്ചാന്ന് ഓർത്തു. ഇടി നീ പോയി കടയിൽ പോയി ഒരു വർക്കിയെ മേടിക്കടി എന്ന് പറഞ്ഞപ്പോ ഊട്ടി വർക്ക് വാങ്ങിച്ചു. അങ്ങനെ ഊട്ടിയിലുള്ള വർക്കിയെ നമുക്ക് പത്തനംതിട്ട കിട്ടി. കമ്പനി വർക്കിംഗ് ആണ്. അല്ലല്ല അപ്പൊ അങ്ങനെ ഒരു കുട്ടി വർക്ക് അപ്പൊ ഏരിയ ഉള്ളതാണോ നോക്കണേ. എരിയില്ലേ? മധുരമാണോ? ചെറിയൊരു പുളിയും മധുരവും നല്ല രുചിയാ. രുചിയുണ്ട്. നമ്മുടെ ഇവിടെ പപ്സ് തിന്നുന്ന പോലൊക്കെ അല്ലേ. നീലഗിരി സാധനം വരുന്നത് 4 മണിക്ക് ചായ കൊള്ളാം. നമ്മുടെ പിങ്കിക്കുഞ്ഞു ഊട്ടി വർക്കിയെ കഴിക്കുമോ? അവൾക്ക് ഇഷ്ടമായി. ഊട്ടി വർക്കിയെ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യാൻ പോവാ. ഇതിന്റെ മേളിലായിട്ട് പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുണ്ട് ചെറുതായിട്ട്. ഊട്ടി വർക്കി കഴിക്കാത്തവരൊക്കെ ഊട്ടി പോയി വേഗം കഴിച്ചോ. ഊട്ടിയിലെ ഫേമസ് ആയിട്ടുള്ള സ്നാക്ക് ഇത്. നമ്മുടെ ഇവിടുത്തെ റസ്കിന്റെ വേറൊരു റസ്ക് അല്ല, ഷുഗറുകാർക്ക് കൊടുക്കുന്ന അത് ചുമ്മാ അണ്ണാക്കിൽ ആ ടൈപ്പിന്റെ കൂട്ട്. പക്ഷെ ഇതിന് ഇച്ചിരി കട്ടിയുണ്ടല്ലേ, ഒട്ടിപ്പിടിക്കുന്നില്ല. വൈകുന്നേരം ആകാറായപ്പോഴത്തേക്ക് മഴക്കോളൊക്കെ ആയി. ഇന്ന് മഴ പെയ്യുമായിരിക്കും. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.